ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഒരേ ദൂരം, ഒരേ വേഗത. 2 കാറുകൾ സഞ്ചരിക്കുന്നു. ഒന്ന് പെട്രോൾ വാഹനവും മറ്റൊന്ന് ഡീസൽ. ഒരു വാഹനത്തിൽ ഇന്ധനം തീരാറാകുന്നു. മറ്റൊന്ന് ഇപ്പോഴും കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡീസൽ വാഹനങ്ങൾ ഈ സൂചിപ്പിച്ചതുപോലെ മൈലേജിന്റെ കാര്യത്തിൽ എപ്പോഴും പെട്രോൾ വാഹനങ്ങളെ കടത്തി വെട്ടുന്നത് എന്ന് നാം എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഒരു വണ്ടി വാങ്ങുവാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നോക്കാറുള്ളത് അതിൻ്റെ മൈലേജ് ഒക്കെയാണ്. അവിടെ എപ്പോഴും ജയിച്ചു നിൽക്കുന്നത് ഡീസൽ എഞ്ചിനുകളാണ്. വെറുതെ ഇന്ധനവിലയൊക്കെ കുറവായതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഡീസൽ വാഹനങ്ങളുടെ പുറകെയൊക്കെ പോകുന്നത്. 1 ലിറ്റർ പെട്രോളിനേക്കാൾ 1 ലിറ്റർ ഡീസൽ നമ്മളെ കൂടുതൽ ദൂരം എത്തിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥമായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളത്? ഡീസൽ ഇന്ധനത്തിൻ്റെ പ്രത്യേകതയാണോ, അതോ എഞ്ചിൻ്റെ നിർമ്മാണത്തിലെ എന്തെങ്കിലും മാന്ത്രികയൊക്കെയാണോ ഇതിന് കാര്യം? വെറും സാങ്കേതികവിദ്യ മാത്രമല്ല, ഇതിന് പിന്നിൽ അതിശയിപ്പിക്കുന്ന ചില ശാസ്ത്ര സത്യങ്ങൾ കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീസൽ എഞ്ചിനുകളെ മൈലേജിൻ്റെ രാജാവായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിനെ സ്വാധീനിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ വീഡിയോയിലേക്ക് പോകാം. സാധാരണയായിട്ട് ഈ പെട്രോൾ കാറുകളൊക്കെ അപേക്ഷിച്ച് ഡീസൽ കാറുകൾക്ക് 20 മുതൽ 30% വരെ കൂടുതൽ മൈലേജുകൾ ലഭിക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡീസൽ വാഹനങ്ങൾക്ക് കൂടുതൽ മൈലേജ് ലഭിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഊർജ്ജ സാന്ദ്രത അഥവാ എനർജി ഡെൻസിറ്റിയാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു നിശ്ചിത അളവ് ഇന്ധനത്തിൽ എത്രത്തോളം ഊർജ്ജം അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ എനർജി ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. പെട്രോളിനെ അപേക്ഷിച്ച് ഡീസൽ കുറച്ചുകൂടി ഡെൻസിറ്റി കൂടിയ ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ 1 ലിറ്റർ ഡീസലിന് ഏകദേശം 35.5 മെഗാജൂൾ ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ 1 ലിറ്റർ പെട്രോളിൽ ഇത് ഏകദേശം 32.4 മെഗാജൂൾ മാത്രമാണുള്ളത്. അതായത് ഒരേ അളവ് ഇന്ധനം എടുക്കുകയാണെങ്കിൽ ഡീസൽ പെട്രോളിനേക്കാൾ ഏകദേശം 10 മുതൽ 15% വരെ അധികം ഊർജ്ജം അടങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഡീസലിൻ്റെ ഹൈഡ്രോ കാർബൺ തന്മാത്രകൾ പെട്രോളിനേക്കാൾ വലുതും ഭാരമേറിയതുമാണ്. ഈ തന്മാത്രകൾ കത്തുമ്പോൾ കൂടുതൽ ചൂടും മർദ്ദവും ഉണ്ടാകാറുണ്ട്. ഈ അധിക മർദ്ദം എഞ്ചിനിലെ പിസ്റ്റണിനെ കൂടുതൽ ശക്തിയോടെ താഴേക്ക് പുഷ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഫലമായി ഓരോ തുള്ളി ഇന്ധനത്തിൽ നിന്നും കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു നിശ്ചിത ഭാരം വലിച്ചുകൊണ്ട് 10 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പെട്രോൾ എഞ്ചിൻ ചിലവാക്കുന്നതിനേക്കാൾ വളരെ കുറച്ച് ഇന്ധനം മാത്രമേ ഊർജ്ജം കൂടിയ ഡീസൽ ഉപയോഗിക്കുന്ന എഞ്ചിന് വേണ്ടി വരൂ എന്നാണ് പറയുന്നത്. ഇതാണ് ലിറ്ററിന് കൂടുതൽ ദൂരം അഥവാ മൈലേജ് നൽകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്നതും മറ്റൊരു ബക്കറ്റിൽ അതേ അളവിൽ തേൻ നിറയ്ക്കുന്നതുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്ന് സങ്കല്പിച്ചാൽ തേനിന് ഭാരവും സാന്ദ്രതയും കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡീസലിൻ്റെ കാര്യവും. കൂടുതൽ കട്ടിയുള്ള ഇന്ധനമായതുകൊണ്ട് തന്നെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന കരുത്തും അതിനനുസരിച്ച് കൂടുതലാണ് എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ രത്നച്ചുരുക്കം. ഡീസൽ എഞ്ചിനുകളുടെ മൈലേജ് വർദ്ധിപ്പിക്കുന്നതിൽ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് മനസ്സിലാക്കുക. ഒരു എഞ്ചിൻ സിലിണ്ടറിനുള്ളിലെ വായുവിനെ അല്ലെങ്കിൽ ആ ഒരു ഇന്ധന മിശ്രിതത്തെ എത്രമാത്രം കംപ്രസ് ചെയ്യുന്നു എന്നതിൻ്റെ അളവിനെയാണ് ഈ ടേം സൂചിപ്പിക്കുന്നത്. സിലിണ്ടറിലെ പിസ്റ്റൺ ഏറ്റവും താഴെ നിൽക്കുമ്പോഴുള്ള വോളിയവും അതേപോലെ ഏറ്റവും മുകളിലെത്തുമ്പോഴുള്ള ആ ഒരു വോളിയവും തമ്മിലുള്ള ഒരു റേഷ്യാണ് ഇത് സൂചിപ്പിക്കുന്നത്. പെട്രോൾ എഞ്ചിനുകളിൽ ഈ കംപ്രഷൻ റേഷ്യോ സാധാരണ 8:1 മുതൽ 12:1 വരെയൊക്കെ ആയിരിക്കും. എന്നാൽ ഡീസൽ എഞ്ചിനുകളിൽ ഇത് 14:1 മുതൽ 25:1 വരെ ഉയരാൻ സാധ്യതയുണ്ട്. അതായത് വായുവിനെ പെട്രോൾ എഞ്ചിനേക്കാൾ ഇരട്ടി ശക്തിയിൽ ഡീസൽ എഞ്ചിൻ കംപ്രസ് ചെയ്യുന്നു എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ മീനിങ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങളൊരു സ്പ്രിങ് കൈകൊണ്ട് പകുതി അമർത്തി വിടുന്ന ഒരു സിറ്റുവേഷന്, അതേപോലെ അത് പരമാവധി അമർത്തിയിട്ട് വിടുന്ന ഒരു സിറ്റുവേഷനും കൂടി ഒന്ന് സങ്കല്പിച്ച് നോക്കുക. പരമാവധി അമർത്തുമ്പോഴാണ് അത് കൂടുതൽ ശക്തിയോടെ ദൂരേക്ക് തെറിച്ചു പോകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് ഈ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഡീസൽ എഞ്ചിൻ വായുവിനെ പരമാവധി കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന കരുത്തും വളരെ കൂടുതലായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്.
ഉയർന്ന കംപ്രഷൻ റേഷ്യോ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഡീസൽ എഞ്ചിനുകൾക്ക് ഇന്ധനത്തെ വളരെ കൂടുതലായിട്ട് കാര്യക്ഷമമായി കത്തിക്കുന്നതിനും ബേൺ ചെയ്യുന്നതിനും അതിലെ ഓരോ തുള്ളിയിൽ നിന്നും പരമാവധി ഊർജം പുറത്തെടുക്കുവാനും സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ഡീസൽ വാഹനങ്ങളിൽ മൈലേജിന്റെ കാര്യത്തിൽ ഇത് മുന്നിട്ട് നിൽക്കുവാൻ സഹായിക്കുന്ന പ്രധാന ഘടകമായി കണക്കാക്കാം. ഡീസൽ എഞ്ചിനുകളിലൊക്കെ സ്പാർക്ക് പ്ലഗ് ഇല്ല എന്നത് എഞ്ചിന്റെ പ്രവർത്തന രീതിയെ കൂടുതൽ കരുത്തുറ്റതും അതേപോലെ വളരെ എഫിഷ്യന്റുമാക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയായിട്ട് പറയാനുള്ളത്. പെട്രോൾ എഞ്ചിനുകളിൽ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുമ്പോൾ ഇന്ധനം കത്തുന്നത് ആ സ്പാർക്കുള്ള ആ ഒരു സ്ഥലത്ത് നിന്നാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഡീസൽ എഞ്ചിനിൽ വളരെ ശക്തിയായി കംപ്രസ് ചെയ്യപ്പെട്ട ചൂട് വായുവിലേക്ക് ഇന്ധനം സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് സിലിണ്ടറിനുള്ളിലെ എല്ലാ ഭാഗത്തും ഒരേപോലെ രീതിയിൽ ഇന്ധനം ജ്വലിക്കാറുണ്ട്. ഇത് ഇന്ധനം പാഴാകാതെ പൂർണ്ണമായും കത്തുന്നതിനും കൂടുതൽ കരുത്ത് നൽകുന്നതിനുമൊക്കെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. പെട്രോൾ എഞ്ചിനുകളിൽ സ്പാർക്ക് പ്ലഗ് ഉള്ളതുകൊണ്ട് തന്നെ കംപ്രഷൻ റേഷ്യോ ഒരു പരിധിയിൽ കൂടുതൽ ഉയർത്താൻ കഴിയില്ല എന്നൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. കംപ്രഷൻ കൂടിക്കഴിഞ്ഞാൽ സ്പാർക്ക് വരുന്നതിന് മുമ്പേ പെട്രോൾ തനിയെ കത്തി എഞ്ചിന് കേടുപാടുകളുണ്ടാവും. അതിനെ നോക്കിംഗ് സംഭവിക്കുക എന്നൊക്കെയാണ് സാധാരണ പറയുന്നത്. എന്നാൽ ഡീസൽ എഞ്ചിനിൽ ഈ സ്പാർക്ക് പ്ലഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വായുവിനെ എത്ര വേണമെങ്കിലും കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ ഒരു ഉയർന്ന കംപ്രഷൻ സാധ്യമാകുന്നത് സ്പാർക്ക് പ്ലഗ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ്. ഉയർന്ന കംപ്രഷൻ എന്നാൽ ഉയർന്ന മൈലേജ് എന്നുകൂടി അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് പ്രവർത്തിക്കാൻ ഉയർന്ന തരത്തിലുള്ള വോൾട്ടേജുകളൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇഗ്നിഷൻ കോയിലുകൾ, ഡിസ്ട്രിബ്യൂട്ടറുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഞ്ചിനിൽ വളരെ അത്യാവശ്യമാണ്. ഇവ പ്രവർത്തിപ്പിക്കാൻ എഞ്ചിൻ്റെ തന്നെ ചെറിയൊരു ഊർജ്ജം ചിലവാകുന്നുണ്ട് എന്നൊരു ഫാക്ടർ കൂടി നിലനിൽക്കുന്നുണ്ട്. ഡീസൽ എഞ്ചിനുകളിൽ ഇത്തരം ഇലക്ട്രിക്കൽ ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഊർജ്ജവും ലാഭിക്കുന്നത് മൈലേജിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഘടകമാണ്. ഈ സ്പാർക്ക് പ്ലഗുകൾ കരിയാവുന്നതോ അല്ലെങ്കിൽ കൃത്യസമയത്ത് മാറ്റേണ്ടതോ ആയിട്ടുള്ള ചില ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. ഇവയുടെ പ്രവർത്തനക്ഷമത കുറയുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ വണ്ടിയുടെ മൈലേജ് പെട്ടെന്ന് തന്നെ കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഡീസൽ എഞ്ചിനുകളിൽ ഇതേപോലെയുള്ളൊരു കോംപ്ലിക്കേഷനുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ദീർഘകാലം ഒരു മൈലേജ് നിലനിർത്താൻ അവയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കുകയും ചെയ്യാറുണ്ട്. അതായത് ഈ പെട്രോൾ എഞ്ചിനിലൊക്കെ നമ്മൾ തീ കൊടുത്ത് ഇന്ധനം കത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ ഡീസൽ എഞ്ചിനിലാകട്ടെ ആ ഒരു ഇന്ധനത്തെ നമ്മൾ പ്രഷർ കൊണ്ട് വീർപ്പ് മുട്ടിച്ച് കത്തിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയുവാനായിട്ട് സാധിക്കും. ഈ പെട്രോൾ എഞ്ചിനുകളെ അപേക്ഷിച്ച് ഡീസൽ എഞ്ചിനുകൾക്ക് തേർമൽ എഫിഷ്യൻസി വളരെയധികം കൂടുതലാണ് എന്ന് കാണാൻ സാധിക്കും. ഒരു എഞ്ചിൻ ഇന്ധനത്തിൽ നിന്നുള്ള ആ ഒരു താപോർജ്ജത്തെ എത്രയധികം കാര്യക്ഷമമായി ചലനോർജ്ജമാക്കി മാറ്റുന്നു എന്നതിൻ്റെ അളവിനെയാണ് ഈ ഒരു തേർമൽ എഫിഷ്യൻസി എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എഞ്ചിൻ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇന്ധനം കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ഊർജം ആ ഒരു വാഹനത്തെ ചലിപ്പിക്കൽ, അതിൻ്റെ ഹീറ്റ് ലോസ്, എക്സോസ്റ്റ് ലോസ് എന്നിങ്ങനെ 3 കാര്യങ്ങൾക്കാണ് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. പെട്രോൾ എഞ്ചിനിൽ ഏകദേശം 20 മുതൽ 30% വരെ ഊർജ്ജം മാത്രമേ ചലനത്തിനായി ലഭിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം ചൂടിൻ്റെ രൂപത്തിൽ നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഡീസൽ എഞ്ചിനിൽ അത് 35 മുതൽ 45% വരെയാണ് എന്നാണ് കണക്ക് പറയുന്നത്. അതായത് കുറഞ്ഞ താപോർജ്ജം മാത്രമേ ഡീസൽ എഞ്ചിനിൽ പാഴായി പോകുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കംപ്രഷൻ റേഷ്യോ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് എക്സ്പാൻഷൻ റേഷ്യോ. ഡീസൽ എഞ്ചിനിൽ ഇന്ധനം കത്തുമ്പോൾ അതിൻ്റെ പിസ്റ്റൻ്റെ ഒരു എക്സ്പാൻഷൻ വളരെ കൂടുതലാണ്. ഇത് ഇന്ധനത്തിൽ നിന്നുള്ള പരമാവധി കരുത്തിനെ വലിച്ചെടുക്കുവാൻ എഞ്ചിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് തേർമൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകവും. പെട്രോൾ എഞ്ചിനുകളിൽ ഇന്ധനവും വായുവും കൃത്യമായിട്ടുള്ള ഒരു റേഷ്യോയിൽ ചേർന്നാൽ മാത്രമേ അവിടെ ഒരു ജ്വലനം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇതിനെയാണ് സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോ എന്നൊക്കെ നമ്മൾ സാധാരണ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഡീസൽ എഞ്ചിനുകൾക്ക് ലീൻ ബേൺ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് കൂടുതൽ വായുവും വളരെ കുറഞ്ഞ അളവിലുള്ള ഇന്ധനവും ഉണ്ടെങ്കിലും ഡീസൽ എഞ്ചിനുകൾ പ്രവർത്തിക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ കുറഞ്ഞ ഇന്ധനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വായുവിനെ ചൂടാക്കി മർദ്ദം ചെലുത്തുന്നത് വഴി ഇന്ധന ലാഭവും ഉയർന്ന എഫിഷ്യൻസിയും ലഭിക്കുമെന്ന് മനസ്സിലാക്കുക. ഈ പെട്രോൾ എഞ്ചിനുകളിൽ വായു അകത്തേക്ക് എടുക്കുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ത്രോട്ടിൽ വാൽവുണ്ട്. ഇത് വായു അകത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ എഞ്ചിൻ ചെറിയൊരു പമ്പിംഗ് ലോസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. എന്നാൽ ഡീസൽ എഞ്ചിനുകളിൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഇല്ലാതെ വായു വളരെ സ്വതന്ത്രമായിട്ട് അകത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. ഇത് എഞ്ചിൻ്റെ ആയാസം കുറയ്ക്കുകയും അതിൻ്റെ എഫിഷ്യൻസി വളരെയധികം കൂട്ടുകയും ചെയ്യുന്ന ഘടകമാണ്.
അതായത് ഒരു മെഴുകുതിരി കത്തുമ്പോൾ കിട്ടുന്ന ചൂട് മുഴുവൻ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കില്ല. കുറേ ചൂട് ചുറ്റുമുള്ള വായുവിലൊക്കെ ഇങ്ങനെ കലർന്നു പോകാറുണ്ട്. അതേപോലെ പെട്രോൾ എഞ്ചിൻ കുറേ ഊർജം ചൂടാക്കി കളയുമ്പോൾ ഡീസൽ എഞ്ചിൻ ആ ചൂടിനെ പരമാവധി പിടിച്ചു നിർത്തിക്കൊണ്ട് വണ്ടിയെ ഓടിക്കുവാൻ സഹായിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് തേർമൽ എഫിഷ്യൻസി എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി ഡീസൽ എഞ്ചിനുകളുടെ മൈലേജും കരുത്തും പറയുന്നിടത്ത് ഒട്ടും ഒഴിച്ചു നിർത്താനാവാത്ത ഒരു പ്രധാനപ്പെട്ട ടേമാണ് ലോ ആൻഡ് ടോർക്ക്. വളരെ ലളിതമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വസ്തുവിനെ കറക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തിയൊക്കെയാണ് നമ്മൾ സാധാരണ ടോർക്ക് എന്ന് വിളിക്കുന്നത്. വാഹനത്തിൻ്റെ കാര്യം എടുത്താൽ നിശ്ചലമായി നിൽക്കുന്ന ഒരു വണ്ടിയെ ചലിപ്പിക്കുവാനും കുന്നുകൾ കയറ്റുന്നതിനും അതേപോലെ അതിനെ ഭാരം വഹിക്കാനും സഹായിക്കുന്നത് ഈ ഒരു ടോർക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡീസൽ എഞ്ചിനുകൾക്ക് കുറഞ്ഞ RPMൽ തന്നെ പരമാവധി ടോർക്ക് നൽകുന്നതിന് കഴിവുണ്ട്. ഇതിനെയാണ് ലോ എൻഡ് ടോർക്ക് എന്നൊരു ടേമിലൂടെ ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ലോ എൻഡ് ടോർക്ക് കൂടുതലായതുകൊണ്ട് തന്നെ ട്രാക്കിലോ അല്ലെങ്കിൽ ചെറിയ കയറ്റങ്ങളിലോ ഇടയ്ക്കിടയ്ക്ക് ഗിയർ ഡൗൺ ഷിഫ്റ്റ് വരുത്തേണ്ട ഒരാവശ്യമില്ല. ഉയർന്ന ഗിയറിൽ തന്നെ വണ്ടി സുഖമായി മുന്നോട്ട് പോകും. ഗിയർ മാറ്റങ്ങൾ കുറയുന്നത് ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു പെട്രോൾ വണ്ടിക്ക് നല്ല കരുത്ത് കിട്ടണമെങ്കിൽ ഹൈ RPM വേണം. എന്നാൽ ഡീസൽ എഞ്ചിനാണെങ്കിലോ കുറഞ്ഞ വേഗതയിൽ കറങ്ങുമ്പോൾ തന്നെ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കരുത്ത് നൽകുന്നുണ്ട്. എഞ്ചിൻ എത്ര കുറഞ്ഞ വേഗതയിലാണ് കറങ്ങുന്നതെന്ന് വെച്ചോ അത്രയും കുറഞ്ഞ ഇന്ധനം മാത്രമേ അതിൽ ചിലവാകൂ എന്ന് മനസ്സിലാക്കാം. 5 പേർ യാത്ര ചെയ്യുന്ന ഒരു കാറ് അല്ലെങ്കിൽ ഒരു ലോഡ് കയറ്റിയ ഒരു ട്രക്ക് ഇവ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുമ്പോഴാണ് ആ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ധനം വേണ്ടി വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡീസൽ എഞ്ചിനിലെ ഉയർന്ന ടോർക്ക് കുറഞ്ഞ ഇന്ധനം ഉപയോഗിച്ച് ഈ ഭാരത്തെ എളുപ്പത്തിൽ താങ്ങുവാൻ സഹായിക്കുന്നു. അതായത് ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു സൈക്കിൾ വേഗത്തിൽ ചവിട്ടുന്ന ഒരു കുട്ടിയെ പോലെയാണെന്ന് കണക്കാക്കാം. വേഗത കൂടുമ്പോഴായിരിക്കും അതിന് കരുത്ത് വരുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഡീസൽ എഞ്ചിൻ ആകട്ടെ ഒരു ആനയെ പോലെയാണെന്ന് മനസ്സിലാക്കുക. പതുക്കെ നടന്നാൽ പോലും വലിയ ഭാരം വലിക്കുവാൻ അതിന് വളരെയധികം കരുത്തുണ്ടാകും എന്നാണ് വ്യത്യാസം. ഈ കരുത്താണ് ഡീസൽ വണ്ടികൾക്ക് കുറഞ്ഞ ഇന്ധനത്തിൽ കൂടുതൽ ദൂരം പോകുവാൻ തുണയാകുന്നത് എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ മീനിങ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. മൈലേജിൻ്റെ കാര്യത്തിൽ മുന്നിലൊക്കെ ആണെങ്കിൽ കൂടിയും ഡീസൽ വാഹനങ്ങൾക്ക് ചില പോരായ്മകൾ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു പോരായ്മകൾ കൂടി മനസ്സിലാക്കി പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓരോ മോഡൽ കാറിൻ്റെ പെട്രോൾ വേരിയൻറ്റിനെ അപേക്ഷിച്ച് അതിൻ്റെ ഡീസൽ വേരിയൻറ്റിന് ഏകദേശം 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ അധികം വില വരാൻ സാധ്യതയുള്ള ഒരു ഘടകമുണ്ട്. വലിയ കംപ്രഷൻ താങ്ങാൻ ആവശ്യമായിട്ടുള്ള വളരെ കരുത്തുറ്റ ലോഹങ്ങളൊക്കെ ഇതിനകത്ത് ഉപയോഗിക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ചിലവ് കൂടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഡീസൽ എഞ്ചിനുകൾക്ക് പെട്രോൾ എഞ്ചിനേക്കാൾ കൂടുതൽ മെയിൻ്റനൻസ് അത്യാവശ്യമാണ് എന്നതാണ് മറ്റൊരു പ്രശ്നം. ഇതിലെ ഓയിൽ ഫിൽട്ടർ, ഫ്യൂൽ ഫിൽട്ടർ എന്നിവ പെട്ടെന്ന് മാറ്റേണ്ടി വരാറുണ്ട്. സ്പെയർ പാർട്സിനും പെട്രോൾ വണ്ടികളേക്കാൾ അല്പം വില കൂടുതലായിരിക്കും എന്നതൊരു ഘടകമാണ്. പെട്രോൾ വണ്ടികളെ അപേക്ഷിച്ച് ഈ ഡീസൽ വണ്ടികൾ അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ നൈട്രജൻ ഓക്സൈഡുകളും അതേപോലെ സൂക്ഷ്മ കണികളും പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയും ഇതിനെയൊക്കെ പുറത്തു വിടാറുണ്ട്. ഇത് വായുമലിനീകരണത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. ഇത് കാരണം പല വികസിത രാജ്യങ്ങളിലും ഡീസൽ വണ്ടികൾക്ക് വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡീസൽ എഞ്ചിനുകൾ പ്രവർത്തിക്കുമ്പോൾ പെട്രോൾ എഞ്ചിനേക്കാൾ കൂടുതൽ ശബ്ദവും വിറയലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എഞ്ചിനുള്ളിൽ ഉയർന്ന ഒരു മർദ്ദം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത്. ആധുനിക കാറുകളിൽ ഇത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പെട്രോൾ വണ്ടിയുടെ അത്രയൊരു സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് ഇതിൽ ലഭിക്കില്ല എന്നത് എല്ലാവരും സമ്മതിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പുതുതായി ഇറങ്ങുന്ന BS6 വണ്ടികളിലൊക്കെ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് DPF അതായത് ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽട്ടറൊക്കെ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വണ്ടി എപ്പോഴും നഗരത്തിനുള്ളിലെ തിരക്കിലൂടെ മാത്രം ഓടിച്ചാൽ ഈ ഫിൽട്ടറിൽ കരിയൊക്കെ അടിഞ്ഞുകൂടി അത് അടഞ്ഞു പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇത് മാറ്റാൻ വലിയ രീതിയിലുള്ള തുകയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകാറുണ്ട്. ഡൽഹി പോലുള്ള ചില നഗരങ്ങളിൽ ഡീസൽ വണ്ടികൾക്ക് 10ഉം അതേപോലെ പെട്രോൾ വണ്ടികൾക്ക് 10 വർഷത്തെയും കാലാവധി മാത്രമേ നൽകാറുള്ളൂ എന്നത് ശ്രദ്ധിക്കണം. ഇത് ഡീസൽ വാഹനങ്ങളുടെ റീസെയിൽ വാല്യൂവിനെയൊക്കെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങൾ നല്ല ദൂരെ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രം ഒരു ഡീസൽ വണ്ടി വാങ്ങുക എന്നാണ് അഭിപ്രായം. അല്ലാത്ത പക്ഷം വണ്ടിയുടെ ഉയർന്ന വിലയും അതേപോലെ മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ വണ്ടിയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ലാഭകരമെന്നും ഒരു വസ്തുതയായി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ്.
അപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. വെറുതെ ഇന്ധനം കുറച്ച് കുടിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ഡീസൽ എന്ന ഇന്ധനത്തിൻ്റെ കരുത്തും ആ എഞ്ചിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികച്ച സാങ്കേതിക വിദ്യകളും ഒക്കെയാണ് നമുക്കത് മികച്ച ഒരു മൈലേജ് നൽകുന്നത് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങളോട് താല്പര്യമില്ലാത്ത ആൾക്കാർക്കും ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്കും അതേപോലെ വണ്ടിയുടെ കരുത്തിന് പ്രാധാന്യം നൽകുന്നവരുമൊക്കെ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് ഡീസൽ എഞ്ചിൻ ഉള്ള വണ്ടികൾ തിരഞ്ഞെടുക്കാം. എന്നാൽ നഗരത്തിനുള്ളിലെ ചെറിയ യാത്രകൾക്കും അതേപോലെ കുറഞ്ഞ മെയിൻ്റനൻസും ഒക്കെയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ, നിങ്ങൾ മുൻഗണന നൽകുന്നതെങ്കിൽ, അപ്പോൾ അതിന് പെട്രോൾ വണ്ടി തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നു. അത് തന്നെയാണ് ഒരു ബുദ്ധിപരമായ തീരുമാനമെന്നുമാണ് തോന്നുന്നത്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ വണ്ടി വാങ്ങുന്നതിന് പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ദയവായി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ തുടർന്നും കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.